അങ്ങനെ ജംഗ്ഷനൊക്കെ കടന്ന് സാഹിലും ബേലയും കൂടെ പേനയിൽ മഷി നിറയ്ക്കാനും വേണ്ടിയിട്ട് കടയിലെത്തി. അപ്പോൾ കടയിലെത്തിയതിന് ശേഷമുള്ളതാണ് ഇനി നമ്മൾ കാണുന്നത്. पेन में कुछ स्याही बची थी, उसे साहिल ने ज़मीन पर छिड़क दिया. അപ്പോൾ ഏതായാലും മഷി നിറയ്ക്കാൻ പോവുകയാണല്ലോ. അപ്പോൾ പേനയ്ക്കകത്ത് ഓൾറെഡി കുറച്ച് മഷി ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ആ മഷി എന്ത് ചെയ്തു? സാഹിൽ നിലത്ത് കുടഞ്ഞു കളഞ്ഞു. നയി സ്യാഹി ഭർവാനെ കെ ലിയെ ദോനോ ദുക്കാൻ പർ പഹുഞ്ചെ. പുതിയ മഷി നിറയ്ക്കാനും വേണ്ടി രണ്ടുപേരും കൂടെ കടയിലെത്തിച്ചേർന്നു. ഭർവാനെ കെ ലിയെ മീൻസ് നിറയ്ക്കാൻ വേണ്ടി, ദോനോ രണ്ടുപേരും, ദുക്കാൻ പർ പഹുഞ്ചെ അവർ രണ്ടുപേരും കടയിലെത്തി. एक पेन स्याही भर दो, साहिल से पहले ही बेला ने दुकान वाले से कहा. അപ്പോൾ കടയിലെത്തിയതും സാഹിലിൻ്റെ പേനയിലാണ് മഷി നിറയ്ക്കേണ്ടത്. എന്നാലും ബേല സാഹിലിന് മുൻപായിട്ട് ദുക്കാൻദാറിൻ്റെ അടുത്ത് പറഞ്ഞു, കടക്കാരൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു പേന മഷി നിറച്ച് തരൂ. बेटा स्याही की बोतल अभी अभी खाली हो गई है, अब तो कल ही मिल पाएगी. അപ്പോൾ ബേല പറഞ്ഞത് കേട്ടിട്ട് കടക്കാരൻ പറഞ്ഞു, ബേട്ടാ കുഞ്ഞെ, സ്യാഹി കി ബോത്തൽ മഷിക്കുപ്പി അഭി അഭി ഖാലി ഹോ ഗയി ഹെ, ഇപ്പോൾ കഴിഞ്ഞു പോയി. അബ് തോ കൽ ഹി മിൽ പാएगी, ഇനിയിപ്പോൾ നാളെ മഷി കിട്ടൂ. लेकिन इसने तो पेन में जो स्याही थी उसे भी ज़मीन पर छिड़क दिया, ബേല ബോലി. അപ്പോൾ കടക്കാരൻ പറഞ്ഞത് കേട്ടിട്ട് ബേല പറഞ്ഞു, പക്ഷേ, ലേക്കിൻ പക്ഷേ, ഇസ്നെ തോ ഇവൻ എന്ത് ചെയ്തു? പെൻമേ ജോ സ്യാഹി ധീ, പേനയിൽ കുറച്ച് മഷി ഉണ്ടായിരുന്നു, ഉസേ ബി ജമീൻ പർ छिड़क दिया, അതും നിലത്ത് കുടഞ്ഞു കളഞ്ഞല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ കടക്കാരൻ പറഞ്ഞു, बादल को देखकर घड़े को नहीं ढुलाना चाहिए, दुकान वाले भैया ने कहा. അപ്പോൾ കടക്കാരൻ ചേട്ടൻ എന്തു പറഞ്ഞു? ബാദൽ കോ ദേഖ്കർ, മേഘത്തെ കണ്ട് മഴ പെയ്യുമെന്ന് വിചാരിച്ചിട്ട് കുടത്തിലുള്ള വെള്ളം ഒരിക്കലും ഒഴുക്കിക്കളയരുത്. ഇത് എന്ന് പറയുന്നത് ഈ ഒരു പോർഷൻ ഈ കഥയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. അതായത് ഉറപ്പില്ലാത്തൊരു കാര്യത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ കയ്യിലുള്ള ഒരു സാധനം കളയാൻ പാടില്ല. നമുക്ക് എന്തെങ്കിലും കിട്ടും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് എന്തും ചെയ്യാം, പക്ഷേ കിട്ടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അത് കളയുക, കയ്യിലുള്ളൊരു സാധനം കളയുകയും പിന്നെ ആ സാധനം കിട്ടാണ്ടിരിക്കുകയും ചെയ്യുമ്പോഴുള്ള നമ്മുടെ ഒരു അവസ്ഥ അത് വളരെ മോശമായിരിക്കും. അപ്പോൾ എന്ത് കാര്യവും ഇന്ന സാധനം കിട്ടും എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ഒരു സാധനം കളയാതിരിക്കുക. ഇതിനകത്ത് ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ട്, ബാദൽ കോ ദേഖ്കർ ഘടേ കോ നഹീ ढुलाना चाहिए, ദുക്കാൻദാറിനെ ऐसा क्यों कहा. കടക്കാരൻ അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? കാരണം എന്താ? ഒരു സാധനം നമുക്ക് കിട്ടാം, കിട്ടാതിരിക്കാം എന്ന് വിചാരിച്ച്, കിട്ടും എന്ന് വിചാരിച്ച് കയ്യിലുള്ള ഒരു സാധനം നമ്മൾ ഒരിക്കലും കളയാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഉപദേശം കൊടുത്തതിന് ശേഷം കടക്കാരൻ ചോദിച്ചു, കോൺസി മേം പഠിത്തേ ഹോ, നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? പാഞ്ച്വീ മേം. സാഹിൽ ने ऐसे बुरे मन से बताया जैसे पांचवीं में पढ़ना पाप हो. അപ്പോൾ ഇപ്പോൾ ഉത്തരം പറഞ്ഞിരിക്കുന്നത് സാഹിലാണ്. സാഹിൽ എന്തു പറഞ്ഞു? പാഞ്ച്വീ മേം, അഞ്ചാം ക്ലാസ്സിലാണ് സാഹിൽ പറഞ്ഞു. ऐसे बुरे मन से कहा बताया जैसे पांचवीं में पढ़ना पाप हो. സാഹിൽ പറഞ്ഞ ആ ഒരു ടോൺ, ആ എന്താ പറയുക, ഒരു വേദനയോടെ കൂടിയാണ് സാഹിൽ പറഞ്ഞത്. എന്തോ ഒരു തെറ്റ് ചെയ്യുന്ന പോലെ, 5ാം ക്ലാസ്സിൽ പഠിക്കുക എന്ന് പറയുന്നത് വലിയ എന്തോ ഒരു തെറ്റ് എന്നുള്ള രീതിയിലാണ് സാഹിൽ ഇവിടെ ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ദോനോ ദുക്കാൻ വാലെ ഭയ്യാനെ കഹ. അപ്പോൾ കടക്കാരൻ ചേട്ടൻ ചോദിച്ചു,
ദോനോ രണ്ടുപേരും പഠിക്കുന്നത് 5ാം ക്ലാസ്സിലാണോ? हाँ दोनों। और हम दोनों का सेक्शन भी एक ही है। ए ആ രണ്ടുപേരും ഞങ്ങൾ രണ്ടുപേരും പഠിക്കുന്ന ഡിവിഷനും ഒന്ന് തന്നെയാണ്. സെക്ഷൻ മീൻസ് ഡിവിഷനും ഒന്ന് തന്നെയാണ്. എ बेला ने ऐसे खुश होकर बताया जैसे यह कोई बहुत बड़ी बात हो। ഇത്തവണ ഉത്തരം പറഞ്ഞത് ബേലയാണ്. ബേല പറഞ്ഞത് വളരെ ഹാപ്പി ആയിട്ടാണ് ബേല പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും ഒരേ ഡിവിഷനിലാണ് പഠിക്കുന്നതെന്ന്. ജെസെ യ കോയി ബഹോത് ബഡി ബാത് ഹോ, എന്തോ ഒരു വലിയ കാര്യം പറയുന്ന പോലെ അത്രയും സന്തോഷത്തിലാണ് ഇവിടെ ബേല ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ക്ലാസ് മേ ദോനോ പാസ് പാസ് ബൈഠത്തെ ഥേ, ക്ലാസ്സിൽ അവരെങ്ങനെയായിരിക്കുന്നത്? പാസ് ബൈഠേ ഥേ, രണ്ടുപേരും അടുത്തടുത്തായിരുന്നു ഇരുന്നത്. കോപ്പി മേ കാം കർത്തെ തോ ദോനോ കോപ്പി മേ കാം കർത്തെ ഥേ, കോപ്പി എഴുതുവാണെങ്കിൽ അതായത് നോട്ട് എഴുതുവാണെങ്കിൽ രണ്ടുപേരും നോട്ട് എഴുതുമായിരുന്നു. ഒരാൾ നോട്ട് എഴുതുവാണെങ്കിൽ അടുത്ത ആളും നോട്ട് എഴുതും. അതുപോലെ തന്നെ കിതാബ് പഠ്തേ തോ ദോനോ കിതാബ് പഠ്തേ, ബുക്ക് വായിക്കുവാണെങ്കിൽ രണ്ടുപേരും ബുക്ക് വായിക്കും. ബൽക്കി പാഠ് ബി ഏക് ഹി പഠ്തേ, രണ്ടുപേരും ബുക്ക് വായിക്കുമെന്ന് മാത്രമല്ല രണ്ടുപേരും ഒരേ പാഠമാണ് വായിച്ചിരുന്നത്. साहिल चमक उठी सन 57 में वह तलवार पुरानी थी पढ़ता, तो बेला भी चमक उठी सन 57 में वह तलवार पुरानी थी पढ़ती. അതായത് അവർ തമ്മിലുള്ള റിലേഷൻ അത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ വരി പറഞ്ഞിരിക്കുന്നത്. അതായത് അവർ രണ്ടുപേരും ഒരു പാഠമാണെങ്കിൽ ഒരാൾ ഒരു പാഠമാണ് പഠിക്കുന്നതെങ്കിൽ മറ്റേയാളും അതേ പാഠം. ഒരാൾ ഏത് ലൈനാണോ വായിക്കുന്നത്, ഇപ്പോൾ ഇവിടെ ഒരു ലൈൻ പറഞ്ഞു, ഝാൻസി കി റാണി എന്ന് പറഞ്ഞിട്ടുള്ള കവിതയ്ക്കകത്തുള്ള ഒരു ലൈനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ലൈനാണ് സാഹിൽ വായിക്കുന്നതെങ്കിൽ സെയിം ലൈനായിരിക്കും ആര് വായിക്കുന്നത്? ബേലയും വായിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് അവർ തമ്മിലുള്ള ഒരുമയാണ് കാണിക്കുന്നത്. ബേല കഹത്തി ബഹൻജി പാനി പീനെ ചലി ജാओ, അപ്പോൾ ബേല ചോദിക്കുകയാണ്, ക്ലാസ്സിൽ നിന്ന് ബേല ചോദിക്കുക, ചേച്ചി വെള്ളം കുടിക്കാൻ പൊയ്ക്കോട്ടെ. സാഹിൽ ബി कहता ബഹൻജി പാനി പീനെ ചലാ ജാओ, അപ്പോൾ ബേല വെള്ളം കുടിക്കാൻ പൊക്കോട്ടെ എന്ന് ചോദിച്ചാൽ അതേസമയം സാഹിലും എന്ത് ചോദിക്കും? ഞാനും വെള്ളം കുടിക്കാൻ പൊക്കോട്ടെ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സാഹിലും ബേലയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് എത്രത്തോളം സ്ട്രോങ് ആണ് അതിനെക്കുറിച്ചിട്ടാണ് ഇത്രയും നേരം പറഞ്ഞിരിക്കുന്നത്. അതായത് പേനയിൽ മഷി നിറയ്ക്കാൻ പോയത് മുതൽ ഇപ്പോൾ ഈ വെള്ളം കുടിക്കാൻ പോകുന്നത് വരെയുള്ള സിറ്റുവേഷൻ, അതിനകത്ത് അത്രയും പറഞ്ഞിരിക്കുന്നത് സാഹിലും ബേലയും തമ്മിൽ എത്രത്തോളം നല്ല സൗഹൃദമാണ് ഉള്ളത് എന്നാണ്. അതായത് പേനയിൽ മഷി നിറയ്ക്കാൻ പോയത് സാഹിലിന് വേണ്ടിയാണെങ്കിലും അവിടെ അത്രയും സംസാരിച്ചത് ബേലയായിരുന്നു. അതുപോലെ തന്നെ ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്ന് ബേല വളരെ സന്തോഷത്തോടു കൂടി, എന്തോ ഒരു വലിയ കാര്യം പറയുന്ന അത്രയും സന്തോഷത്തോടു കൂടിയാണ് ബേല കടക്കാരൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ക്ലാസ്സിൽ രണ്ടുപേരും എപ്പോഴും ഒരുപോലെയാണ് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നത്. ഒരാൾ എഴുതുമ്പോൾ മറ്റേയാളും എഴുതുന്നു, ഒരാൾ വായിക്കുമ്പോൾ മറ്റേയാളും വായിക്കുന്നു. ഒരാൾ എന്താണോ വായിക്കുന്നത്, ഏത് ലൈനാണോ വായിക്കുന്നത്, സെയിം മറ്റേയാളും അതുപോലെ തന്നെ ചെയ്യുന്നു. അത്രയും നല്ലൊരു ഫ്രണ്ട്ഷിപ്പായിരുന്നു, അത്രയും നല്ലൊരു ഒരുമയായിരുന്നു അവർ തമ്മിൽ ഉണ്ടായിരുന്നത്. ഇനി പറഞ്ഞിരിക്കുന്നത് അവരുടെ ഗണിതം പഠിപ്പിക്കുന്ന അധ്യാപകനെ കുറിച്ചിട്ട്, കണക്ക് മാഷിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഗണിത് കെ മാട്ട് സാബ് സുരേന്ദർ ജി കാ പീരിയഡ് ഖേൽ ഘണ്ടി കെ ബാദ് ആത്താ ഥാ. അപ്പോൾ ഈ കണക്ക് പീരീഡ് എന്ന് പറയുന്നത് ഖേൽ ഘണ്ടി എന്ന് വെച്ചാൽ എന്താ? ഖേൽ കളി, ഘണ്ടി ബെൽ, അതായത് PT പീരീഡ്, കളിക്കാനുള്ള പീരീഡിൻ്റെ ശേഷമായിരുന്നു സുരേന്ദർ സാറിൻ്റെ മാത്സ് ക്ലാസ്. അപ്പോൾ സാധാരണഗതിയിൽ PT പീരീഡ് കഴിഞ്ഞിട്ടുള്ള ക്ലാസ്സിൽ എന്തായിരിക്കും അവസ്ഥ? ടീച്ചേഴ്സ് വന്ന് വെയിറ്റ് ചെയ്ത്
ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും സാധാരണ കുട്ടികൾ എത്തിച്ചേരുക. കാരണം PT പീരീഡ് എന്ന് പറയുന്നത് കുട്ടികൾ അത്രയും എൻജോയ് ചെയ്യുന്ന ഒരു പീരീഡാണ്. അപ്പോൾ മറ്റ് ടീച്ചേഴ്സ്, അതായത് PT പീരീഡ് കഴിഞ്ഞ് വരുന്ന ടീച്ചേഴ്സ് കുട്ടികൾക്ക് വേണ്ടി കുറച്ച് വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥയാണ് സാധാരണഗതിയിൽ ഉണ്ടാവാറുള്ളത്. പക്ഷേ ഇവിടെ എങ്ങനെയാണ്? बच्चे उनसे कांपते थे और खेल घंटी बंद होने से 2 मिनट पहले ही अपनी अपनी जगहों पर आकर बैठ जाते थे. बच्चे उनसे कांपते थे. കുട്ടികൾ അദ്ദേഹത്തെ മീൻസ് കണക്ക് സാറിനെ കാംപ്തേ ഥേ, വിറച്ചിരുന്നു. കാംപ്ന മീൻസ് വിറയ്ക്കുക, അതായത് ഇവിടെ അദ്ദേഹത്തെ ഭയപ്പെട്ടിരുന്നു. और खेल घंटी बंद होने से 2 मिनट पहले ही, PT പീരീഡ് കഴിയുന്നതിൻ്റെ 2 മിനിറ്റ് മുന്നേ തന്നെ അപ്നി അപ്നി ജഗഹോം പർ, അവരവരുടെ സ്ഥാനത്ത് ആക്കർ ബൈഠ് ജാത്തേ ഥേ, അവരവരുടെ സ്ഥാനത്ത് വന്ന് ഇരിക്കുമായിരുന്നു. അതായത് അത്രയ്ക്കും അവർ ആ സാറിനെ പേടിച്ചിരുന്നു. सुरेंद्र जी माट साहब इसी पीरियड में कॉपी जांचते थे. അപ്പോൾ സുരേന്ദർ സാറ് ഈ പീരീഡായിരുന്നു, അതായത് കണക്ക് പീരീഡായിരുന്നു. കോപ്പി ജാഞ്ച് തേ, നോട്ടൊക്കെ ചെക്ക് ചെയ്യുന്ന പീരീഡ് എന്ന് വെച്ചാൽ ഈ PT ശേഷമുള്ള ഈ പീരീഡാണ്. जरा सी गलती पर बच्चों को इधर उधर फेंक देते थे या छापड़ मारने लगते थे. जरा सी गलती पर, അതായത് ഒരു ചെറിയ തെറ്റുണ്ടെങ്കിൽ പോലും, വളരെ ചെറിയ തെറ്റാണെങ്കിൽ പോലും, ബച്ചോക്കോ കുട്ടികളെ ഇധർ ഉധർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫേങ്ക് ദേത്തേ ഥേ. ഫേങ്ക്ന എന്ന് വെച്ചാൽ എറിയുക എന്നാണ്, പക്ഷേ ഇവിടെ അർത്ഥം വരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് തള്ളുമായിരുന്നു. അല്ലെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഛാപ്പഡ് മാർനയിലെത്തി ഥേ, ഒന്നുകിൽ അവരെ പിടിച്ച് തള്ളും, ഇല്ലെങ്കിൽ അവരെ അടിക്കുമായിരുന്നു. उनका हाथ चलना शुरू होता तो रुकना भूल जाता था. അദ്ദേഹം അടിക്കാൻ തുടങ്ങിയ പിന്നെ റുക്ന ഭൂൽ ജാത്താ ഥ, നിർത്താൻ മറന്നുപോകും. അത്രയ്ക്കും കുട്ടികളെ ഉപദ്രവിച്ചിരുന്ന ഒരു അധ്യാപകനായിരുന്നു അദ്ദേഹം. അപ്പം ഒരു ടീച്ചർ ഒരിക്കലും എങ്ങനെ ആവരുത് എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളായിട്ടാണ് നമുക്കിവിടെ സുരേന്ദർ സാറിനെ കാണുന്നത്. അതായത് കുട്ടികൾ ഏറ്റവും എൻജോയ് ചെയ്യുന്ന PT പീരീഡ് പോലും ഈ സാറിന് വേണ്ടിയിട്ട് ആ കുട്ടികൾ മാറ്റി വയ്ക്കുകയാണ്. ആ പീരീഡ് ആണെങ്കിൽ അവർ PT പീരീഡ് പകുതി വെച്ച് നിർത്തിയിട്ട് വേണമെങ്കിലും ക്ലാസ്സിൽ വന്നിരിക്കാൻ തയ്യാറായിരുന്നു. അത്ര കണ്ട് ആ കുട്ടികളെല്ലാവരും അദ്ദേഹത്തെ ഭയപ്പെട്ടിരുന്നു. एक दिन सुरेंदर जी माट साहब ने बेला के बालों में पंजा फंसाया. ഒരു ദിവസം सुरेंदर सर बेला के बालों में पंजा फंसाया, ബേലയുടെ മുടിയിൽ പിടിച്ചു. पर शायद जिस गलती को पाकर वे उनके बाल पकड़कर फेंकने वाले थे वह गलती थी ही नहीं. പക്ഷേ അദ്ദേഹം എന്ത് കണ്ടിട്ടാണോ, അല്ലെങ്കിൽ എന്ത് തെറ്റ് കണ്ടിട്ടാണോ അവളുടെ മുടി പിടിച്ചു വലിക്കാൻ പോയത്, അതൊരു തെറ്റല്ലായിരുന്നു. വഹ് ഗൽത്തി ധീ ഹി നഹി, അതായത് അതൊരു തെറ്റേ അല്ലായിരുന്നു. അദ്ദേഹം ബൈ മിസ്റ്റേക്കായിരുന്നു അവളുടെ മുടി പിടിച്ച് വലിക്കാൻ പോയത്. ഉനോനെ ബേലാക്കോ ഛോഡ് ദിയ, അദ്ദേഹം ബേലയെ വിട്ടു, ബേലയുടെ മുടിയിൽ നിന്നുള്ള പിടുത്തം വിട്ടു. बेला के भयभीत चेहरे को देखकर साहिल बुरी तरह डर गया था. बेला के भयभीत चेहरे को देखकर, ബേലയുടെ പേടിച്ചിരണ്ട ആ മുഖം കണ്ടിട്ട് സാഹിൽ ബുരി തറ ഡർ ഗയാ ഥാ, സാഹിൽ വളരെ നല്ല രീതിയിൽ തന്നെ പേടിച്ചിരുന്നു. അപ്പം ബേലയുടെ ഫേസ് കണ്ടിട്ട്, മുഖം കണ്ടിട്ട് സാഹിൽ വളരെ നന്നായിട്ട് പേടിച്ചിരുന്നു. ഉസ്നെ ദേഖാ कि बेला के पाव अभी भी कांप रहे हैं. ഉസ്നെ ദേഖ, അവൻ കണ്ടു. ആര്? സാഹിൽ കണ്ടു.
ബേലയുടെ കാലുകൾ പാവ് ഉസ്കെ പാവ് അവളുടെ കാലുകൾ അഭി ബി കാംപ് രഹേ ഹെ ഇപ്പോഴും അഭി ബി മീൻസ് ഇപ്പോഴും കാംപ് രഹേ ഹെ വിറച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ജैसे वह ഖടേ ഖടേ അഭി ഗിർ ജായേഗി. അപ്പോൾ അവളുടെ കാല് വിറയ്ക്കുന്നത് കണ്ടിട്ട് സാഹിലിന് എന്ത് തോന്നി? അവൾ ഇപ്പോൾ ആ നിൽക്കുന്നിടത്ത് നിന്ന് വീണു പോകുമെന്ന് അവന് തോന്നി. सुरेंदर जी माट साहब ने कॉपी को उसके बैठने की जगह पर फेंकते हुए कहा, बैठ अपनी जगह पर. അപ്പോൾ ഈ അധ്യാപകൻ എന്ത് ചെയ്തു? അവളുടെ നോട്ട്ബുക്ക് അവൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഉസ്കെ बैठने की जगह पर അവൾ എവിടെയാണോ ഇരിക്കുന്നത് ആ സ്ഥലത്തേക്ക് फेंकते हुए कहा വലിച്ചെറിഞ്ഞുകൊണ്ട് പറഞ്ഞു, बैठ अपनी जगह पर എൻ്റെ സീറ്റിൽ പോയി ഇരിക്കേ. അപ്പോൾ ഒരു അധ്യാപകൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ആവരുത് എന്നുള്ളൊരു ഉദ്ദേശത്തിലാവാം നമ്മുടെ കഥാകൃത്ത് ഇങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നത്. അത്രയ്ക്കും മോശമായിട്ടുള്ള രീതിയിലാണ് ഇവിടെ ഈ അധ്യാപകൻ കുട്ടികളോട് പെരുമാറിയിരിക്കുന്നത്. बेला का मन बहुत ख़राब हो गया. माट साहब चाहे मुझे पीट लेते मगर साहिल के सामने नहीं. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ബേലയുടെ മനസ്സ് വല്ലാതെ വിഷമിച്ചിരുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബേല വിചാരിച്ചത് മാട്ട് സാഹബ് അതായത് ഗണിതാധ്യാപകന് വേണമെങ്കിൽ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നെങ്കിൽ തന്നെ അടിക്കാമായിരുന്നു, ബേലയെ വേണമെങ്കിൽ അടിക്കാമായിരുന്നു. പക്ഷേ സാഹിലിൻ്റെ മുന്നിൽ വച്ച് പാടില്ലായിരുന്നു. അതായത് നമ്മളെപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമാണ്, നമ്മളെ ആര് തല്ലിയാലും ആര് ചീത്ത പറഞ്ഞാലും നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരുടെ മുന്നിൽ വെച്ചിട്ട് അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുക. അതൊരിക്കലും നമുക്ക് താങ്ങാൻ പറ്റുന്ന ഒന്നല്ല. അപ്പോൾ ഒരാൾ ചീത്ത പറയുകയാണെങ്കിലും അടിക്കുകയാണെങ്കിലും അത് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചല്ലെങ്കിൽ അത് നമുക്ക് അത്ര ഒരു പ്രശ്നമായിട്ട് തോന്നില്ല. ഇതിപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ മുന്നിൽ വെച്ച് നമ്മളെ ചീത്ത പറയാമെന്ന് പറയുമ്പോൾ അത് നമുക്ക് വല്ലാണ്ട് വിഷമമുണ്ടാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ ബേലയുടെ അവസ്ഥ അതുതന്നെയാണ്. ബേലയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് സാഹിൽ. അപ്പോൾ സാഹിലിൻ്റെ മുന്നിൽ വെച്ച് ഈ അധ്യാപകൻ ബേലയെ ചീത്ത പറഞ്ഞപ്പോൾ ബേലയ്ക്ക് അത് വല്ലാതെ വിഷമം തോന്നി. वह साहिल के सामने खुद को शर्मिंदा महसूस कर रही थी क्योंकि वह जानती थी कि वह साहिल की नज़र में बहुत अच्छी है. അപ്പോൾ ഇതെല്ലാം കൂടെ ആയപ്പോൾ അധ്യാപകൻ്റെ ഈ ചീത്ത പറയലും എല്ലാം കൂടെ ആയപ്പോൾ ബേലയ്ക്ക് വല്ലാത്തൊരു നാണക്കേട് തോന്നി. വ ഖുദ് കോ ഷർമിന്ദ മെഹസൂസ് കർ രഹി തീ. അവൾക്ക് സ്വയം ലജ്ജ തോന്നി. ഷർമിന്ദ ഹോന എന്ന് പറഞ്ഞാൽ ലജ്ജ തോന്നുക. മെഹസൂസ് കർണ ഫീൽ ചെയ്യുക, അങ്ങനെ ഫീൽ ചെയ്യുക. അവൾക്ക് എന്തോ ഒരു നാണക്കേട് തോന്നി. ക്യൂങ്കി വ ജാൻതി ഥി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവൾക്കറിയാമായിരുന്നു അവൾ സാഹിൽ കി നസർ മീം സാഹിലിൻ്റെ മുന്നിൽ, സാഹിലിൻ്റെ ദൃഷ്ടിയിൽ, സാഹിലിൻ്റെ നോട്ടത്തിൽ അവൾ ബഹുത് അച്ഛി ഹെ, അവൾ വളരെ നല്ല കുട്ടിയായിരുന്നു. ജബ് വ ഉസ്കെ പാസ് ആക്കർ ബൈഠി ഉസ്സെ നസർ നഹി മിലാ പായി. അധ്യാപകൻ പോയി ഇരിക്കാൻ പറഞ്ഞപ്പോൾ ബേല വന്ന് സാഹിലിൻ്റെ അടുത്തിരുന്നു. എന്നാൽ പോലും അവൾക്ക് അവനെ നോക്കാൻ പറ്റുന്നുണ്ടായില്ല. അത്രയ്ക്കും വിഷമം തോന്നി. അങ്ങനെ ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം പിന്നെ ദീപാവലി അവധിക്ക് ശേഷം സ്കൂൾ തുറക്കുന്നതിനെ കുറിച്ചിട്ടാണ് കഥയിൽ പറഞ്ഞിട്ടുള്ളത്. दीपावली की छुट्टियों के बाद जब स्कूल खुला तो बेला के सिर पर सफ़ेद पट्टी बंधी थी. അതായത് ദീപാവലി की छुट्टी മീൻസ് ലീവ്. ദീപാവലിയുടെ ലീവൊക്കെ കഴിഞ്ഞ്, കെ ബാദ് മീൻസ് കഴിഞ്ഞ്, അതിന് ശേഷം. ജബ് സ്കൂൾ ഖുല എപ്പോഴാണോ സ്കൂൾ തുറന്നത്, തോ ബേല കെ സിർ പർ ആ സമയത്ത് ബേലയുടെ തലയിൽ സഫേദ് പട്ടി ബന്ധി തീ ഒരു വെള്ള
ബാൻഡേഡ് ഉണ്ടായിരുന്നു. നമ്മൾ മുറിയൊക്കെ പറ്റുമ്പോൾ തല കെട്ടില്ലേ, അതുപോലൊരു വെള്ള ബാൻഡേഡ് ഉണ്ടായിരുന്നു. कोई उसे होए है होए सफ़ेद पट्टी कह रहा था, तो कोई सुल्ताना डाकू, तो कोई कुछ और कहकर चिढ़ा रहा था. അപ്പോൾ ഇങ്ങനെ തലയിലൊരു കെട്ടുമായിട്ട് വന്നപ്പോൾ എല്ലാവരും അവളെ കളിയാക്കാൻ തുടങ്ങി. കുറച്ച് പേര് വെളുത്ത കെട്ട് എന്നും പറഞ്ഞിട്ട് വിളിച്ചു കൂവാൻ തുടങ്ങി. മറ്റു ചിലർ സുൽത്താന ഡാക്കു എന്ന് വിളിക്കാൻ തുടങ്ങി. വേറെ ചിലർ വേറെ പലതും വിളിച്ചവളെ കളിയാക്കാൻ തുടങ്ങി. ഈ സുൽത്താന ഡാക്കു എന്ന് പറയുന്നത് ഒരു കൊള്ളക്കാരനാണ്. ഒരു പിടികിട്ടാപ്പുള്ളിയായിട്ടുള്ള ഒരു കൊള്ളക്കാരനായിരുന്നു സുൽത്താന ഡാക്കു. അപ്പോൾ അയാളെക്കുറിച്ച് പിന്നീട് ഒരു ഫിലിം ഉണ്ടാക്കുകയും അതിനകത്ത് അയാളുടെ ക്യാരക്ടർ അഭിനയിച്ച ആൾ തലയ്ക്ക് ഇതുപോലെ ഒരു വെള്ളക്കെട്ടൊക്കെ ആയിട്ടാണ് അഭിനയിച്ചത്. അതുകൊണ്ടാണ് ഇവിടെ ബേലയെ കണ്ടപ്പോൾ കുട്ടികൾ സുൽത്താന ഡാക്കു എന്ന് വിളിച്ചത്. ये क्या हो गया बेला, സാഹിൽ ने परेशान होते हुए पूछा. അപ്പോൾ മറ്റുള്ള എല്ലാ കുട്ടികളും ബേലയെ കളിയാക്കിയപ്പോഴും സാഹിലിന് ഇത് കണ്ടപ്പോൾ വല്ലാതെ ടെൻഷനായി. അങ്ങനെ ടെൻഷനോട് കൂടി സാഹിൽ ചോദിക്കുകയാണ്, ये क्या हो गया बेला, ഇത് എന്തു പറ്റി ബേല? छत से गिर गई, बेला ने हंसते हुए कहा. അപ്പോൾ ബേല സാഹിൽ ടെൻഷനോട് കൂടിയാണ് ചോദിക്കുന്നതെങ്കിലും ബേല വളരെ കൂളായിട്ട് ഹസ്തേ ഹുയെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഛത് സേ ഗിർ ഗയി. ഛത് മീൻസ് മേൽക്കൂരയാണ്. അപ്പോൾ വീടിൻ്റെ മുകളിൽ നിന്ന് വീണതായിരിക്കാം. സോ ടെറസിൽ നിന്ന് വീണു. बहुत दिन हो गए, आज खेल खंडी में गांधी चौक में लंगड़ी टांग खेलेंगे. അപ്പോൾ ഛത് സേ ഗിർ ഗയി എന്ന് പറഞ്ഞതിന് ശേഷം, അതായത് ടെറസിൽ നിന്ന് വീണു എന്ന് പറഞ്ഞതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ ബേല പറയാണ്, കുറേ ദിവസമായി ഇന്ന് PT പീരീഡ് എന്ത് ചെയ്യണം? ആജ് ഖേൽ ഖണ്ഡി മേം PT പീരീഡ് ഗാന്ധി ചോക്കിൽ പോയിട്ട് ലങ്കടി ടാങ് ഖേലെങ്കെ. ലങ്കടി മീൻസ് മുടന്താണ്, അതായത് ഒറ്റക്കാലിൽ ചാടിയിട്ടുള്ള കളി. ആ കളി കളിക്കണമെന്ന് പറഞ്ഞു. നഹി ഖേലെങ്കെ തെരെ സിർ മേ ഫിർ സെ കുച്ച് ലഗ് ജായേഗി തോ. അപ്പോൾ സാഹിലിന് വീണ്ടും ടെൻഷനായി. അപ്പോൾ സാഹിൽ പറഞ്ഞു, ഇല്ല കളിക്കില്ല, നിൻ്റെ തലയ്ക്ക് ഇനിയും എന്തെങ്കിലും പറ്റിയാലോ, ഇപ്പോഴേ ഓൾറെഡി നിൻ്റെ തലയ്ക്കൊരു മുറിവുണ്ട്, ഇനി ഗാന്ധി ചോക്കിൽ പോയി കളിച്ചിട്ട് വീണ്ടും നിൻ്റെ തലയ്ക്ക് എന്തെങ്കിലും പറ്റിയാലോ, അതുകൊണ്ട് കളിക്കണ്ട എന്ന് പറഞ്ഞു. നഹി ലഗേഗി, ബേലാനെ സിദ് കി. അപ്പോൾ ബേല വാശി പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ല ഒന്നും പറ്റില്ല, എനിക്ക് കളിക്കണം, ഒന്നും പറ്റില്ല എന്ന് ബേല പറഞ്ഞു. और वे हमेशा की तरह सारे बच्चों के साथ गांधी चौक की बालू में पूरी खेल घंटी लंगड़ी टांग खेले. അങ്ങനെ വേ ഹമേഷ കി തറ, എല്ലായ്പ്പോഴും കളിക്കുന്ന പോലെ, ഹമേഷ എല്ലായ്പ്പോഴും, ഹമേഷ കി തറ എന്ത് ചെയ്തു? സാരേ ബച്ചോं के साथ എല്ലാ കുട്ടികളുടെയും കൂടെ ഗാന്ധി ചോക്കി ബാലുമേ അവിടുത്തെ മണലിൽ പൂരി ഖേൽ ഖണ്ഡി ഫുൾ PT പീരീഡ് എന്ത് ചെയ്തു? ഒറ്റക്കാലിൽ ചാടിക്കളിച്ചു. ഇൻ ബച്ചോं को अपने चारों ओर खेलते देखकर गांधी जी की मूर्ति ऐसी दिखाई पड़ती जैसे और समय से कुछ अधिक मुस्कुरा रही हो. അപ്പോൾ ഗാന്ധി ചോക്കിൽ ഗാന്ധിജിയുടെ ഒരു പുഞ്ചിരിക്കുന്ന ഒരു പ്രതിമയുണ്ട്. അപ്പോൾ ഈ കുട്ടികളെല്ലാവരും ഇവിടെ ഓടിക്കളിക്കുന്ന സമയത്ത് ഇൻ ബച്ചോങ്കോ ഈ കുട്ടികളെ അപ്നെ ചാരോ ഓർ ഖേൽത്തെ ദേക്കർ തൻ്റെ 4 ഭാഗത്തും കളിക്കുന്നത് കണ്ടിട്ട്, അതായത് ആ പ്രതിമയുടെ ചുറ്റും കളിക്കുന്നത് കണ്ടിട്ട് ഗാന്ധിജി കി മൂർത്തി ഗാന്ധിജിയുടെ ആ പ്രതിമ ऐसी दिखाई पड़ती ഇങ്ങനെ കാണപ്പെട്ടു. എങ്ങനെ? और समय से कुछ अधिक मुस्कुरा रही हो, സാധാരണ ചിരിക്കുന്നതിനേക്കാൾ ഒന്നുകൂടെ നന്നായി ചിരിക്കുന്നത് പോലെ കാണപ്പെട്ടു. അങ്ങനെ ആ PT പീരീഡ് മുഴുവൻ
അവർ കളിച്ചു. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ദീപാവലി കഴിഞ്ഞു, സ്കൂൾ തുറന്നു, കുട്ടികളെല്ലാവരും സ്കൂളിൽ വന്നു. ഇപ്രാവശ്യം വന്നപ്പോൾ ബേലയുടെ തലയിലൊരു വെള്ള ബാൻഡേഡ് ഉണ്ടായിരുന്നു. അപ്പോൾ പല കുട്ടികളും അവളെ പലതും പറഞ്ഞ് കളിയാക്കുകയുണ്ടായി. പക്ഷേ സാഹിൽ മാത്രം വളരെ ടെൻഷനോട് കൂടിയിട്ടാണ് അവളുടെ അടുത്ത് എന്താ പറ്റിയെന്ന് ചോദിച്ചത്. അങ്ങനെ അവൾ വളരെ കൂളായിട്ട് എന്തു പറഞ്ഞു, ടെറസിൽ നിന്നും വീണതാണോ എന്ന് പറഞ്ഞു. അങ്ങനെ PT പീരീഡ് അവർ ഗാന്ധി ചോക്കിൽ പോയിട്ട് കളിച്ചു. അപ്പോൾ അവരുടെ ആ കളി, അതായത് കുട്ടികളുടെ നിഷ്കളങ്കമായിട്ടുള്ള ആ ചിരിയും കളിയും എല്ലാം കാരണം ഗാന്ധിജിയുടെ പ്രതിമ പോലും കൂടുതൽ സന്തോഷവാനായിരുന്നു എന്ന് നമുക്ക് തോന്നുന്നു. ഇനി പറഞ്ഞിരിക്കുന്നത് അടുത്ത സൺഡേ, രവിവാർ കാ ദിൻ ഥാ, സൺഡേ ആയിരുന്നു, ഞായറാഴ്ചയാണ്. അപ്പോൾ സാഹിൽ അപ്നെ ഘർ മേം നീം കെ പേട് കി ഡാലി പക്കഡ്കർ ഝൂം രഹാ ഥാ. അപ്പോൾ സാഹിൽ അപ്നെ ഘർ മേം, അവൻ്റെ വീട്ടിൽ, നീം കെ പേട് കി ഡാലി പക്കഡ്കർ, നീം മീൻസ് വേപ്പ്, ആര്യവേപ്പിൻ്റെ മരം, നീം കെ പേട് കി ഡാലി പക്കഡ്കർ, അതിൻ്റെ ഒരു കമ്പ് പിടിച്ചിട്ട് ഝൂം രഹാ ഥാ, ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു. മരത്തിൻ്റെ ഒരു കമ്പിൽ ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു. വഹ എക് സ്റ്റൂൾ പർ ചഡ്കർ ഝൂൽത്താ ഥാ, അവനൊരു സ്റ്റൂളിൽ കയറി നിന്നിട്ടാണ് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നത്. അചാനക് ടൂട്ടെ സ്റ്റൂൾ കി എക് കീൽ സാഹിൽ കി പിണ്ടലി മേ ലഗ് ഗയി. പെട്ടെന്ന് എന്ത് സംഭവിച്ചു, സ്റ്റൂൾ പൊട്ടിയിട്ട് അതിനകത്തുള്ള ഒരു ആണി സാഹിലിൻ്റെ കാലിൻ്റെ പിറകിലുള്ള കാൽമുട്ടിൻ്റെ താഴെ പിറകിലായിട്ട് കൊണ്ടു. അതായത് ആ എന്താ പറയുക, മാംസളമായിട്ടുള്ള ആ ഒരു ഭാഗത്ത് കൊണ്ടു. അങ്ങനെ എന്ത് സംഭവിച്ചു, 1 ഇഞ്ച് ഗഹര ഗഡ്ഡ ഹോ ഗയ, 1 ഇഞ്ച് ആഴത്തിലുള്ള, ഗഡ്ഡ മീൻസ് കുഴിയാണ്, അപ്പോൾ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് 1 ഇഞ്ച് ആഴത്തിലുള്ള മുറിവ് പറ്റി.